കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവ് കുറ്റക്കാരനെന്ന് കോടതി. ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 1997 നവംബർ 24-നാണ് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. കേസിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവായിരുന്നിട്ടുള്ള രണ്ടാം പ്രതി കാളി സജീവാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സുഭാഷ് ആണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 1997 നവംബർ 24-ന്, അതായത് 26 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കൊലപാതകം നടക്കുന്നത്. അന്ന് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ ഈ ചെമ്മാൻമുക്കിലേക്ക് പോകുമ്പോഴാണ് കാർ ഇടിച്ച് വീഴ്ത്തിയ ശേഷം ഈ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ 7 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള കൊഞ്ച് സജീവ്, മറ്റു പ്രതികളായിട്ടുള്ള അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ തന്നെ ശിക്ഷിച്ചിരുന്നു. ഈ ട്രയൽ നടക്കുന്ന സമയത്ത് ഒളിവിലായിരുന്ന ഈ രണ്ടാം പ്രതി കാളി സജീവിനെയാണ് പിന്നീട് പിടികൂടി ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളുടെ ശിക്ഷ നാളെ കോടതി വിധിക്കും. നിലവിൽ MLA ആയിട്ടുള്ള ഈ M നൌഷാദിനെ കേസിൽ നേരത്തെ തന്നെ 5ാം പ്രതിയായി ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു. പിന്നീട് ഈ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഈ പ്രതിപട്ടികയിൽ നിന്ന് നൌഷാദിനെയും, ഒപ്പം അന്ന് ഈ വാർഡ് മെമ്പറായിരുന്നു നൌഷാദും, അതോടൊപ്പം തന്നെ മറ്റൊരു അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയും, ഇവരെ രണ്ടുപേരെയും പിന്നീട് ഹൈക്കോടതിയാണ് ഈ അപ്പീലിന്മേൽ ഈ കേസിൽ നിന്നും ഒഴിവാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, അതായത് ഈ കേസിൽ മുൻപ് പ്രതികളെ ശിക്ഷിച്ചിരുന്നു, അതോടൊപ്പം തന്നെ 2 പേരെ വെറുതെ വിട്ടിരുന്നു എന്നുള്ളതും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് 4ാം പ്രതിയായിട്ടുള്ള സന്തോഷിനെ കോടതി വെറുതെ വിട്ടിരുന്നു. അതോടൊപ്പം തന്നെ 7ാം പ്രതിയായിട്ടുള്ള ജയപ്രകാശ് മരിച്ചുപോയതാണ്. എന്തായാലും 7 പ്രതികളിൽ ഇപ്പോൾ 2ാം പ്രതിയായിട്ടുള്ള ഈ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാളി സജീവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്തായാലും RSS സേവാ പ്രമുഖമായിരുന്ന ഈ സന്തോഷിനെയാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ 2ാം പ്രതിയുടെയും ശിക്ഷ കോടതി വിധിക്കാൻ പോകുന്നത്.